ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ സത്സംഗം നമ്മൾ പറയാൻ പോകുന്നത് കാലം. കാലം എന്ന് പറഞ്ഞ് നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു മഹാശക്തിയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കാലം, ആരാണ് കാലൻ, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. എങ്കിലേ നമുക്ക് നമ്മുടെ ചെയ്യുന്ന പൂജകൾ, നവഗ്രഹങ്ങൾക്കൊക്കെ ചെയ്യുന്ന പൂജകൾ നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നതെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കാലം അഥവാ കാലൻ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ എന്താണ് കാലം എന്നുള്ള കൺസെപ്റ്റ് എന്ന് നോക്കാം. ആരാണ് കാലത്തിന്റെ ദേവത? എല്ലാരും കരുതുന്ന പോലെ ഈ മഹാകാലേശ്വരനായിരിക്കുന്ന ശിവനല്ല കാലത്തിന്റെ ദേവത എന്ന് പറയുന്നത്. കാരണം ആ കാലത്തിന്റെ ദേവതയുടെ പേരാണ് യമൻ അഥവാ ആ കാലൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. യമധർമ്മ രാജാവ് എന്ന് പറയാറുണ്ട് അല്ലേ? ആ ഒരു യാമങ്ങളിലൂടെ നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു ശക്തിയാണ് യമൻ. ധർമ്മത്തിന്റെ ദേവതയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ശനിയാഴ്ചയാണ് യമന്റെ ദിവസം എന്ന് പറയാറുണ്ട്. അപ്പൊ യമൻ എന്ന ഒരു പേര് തന്നെ മനുഷ്യർക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു പേരാണ് അല്ലെ? നമ്മൾ പറയാറുണ്ട് യമൻ വരാതിരിക്കാൻ നോക്കണം, വീട് ശുദ്ധമായിട്ട് വെക്കണം. ഒരാള് അസുഖമായിട്ട് കട്ടിലിൽ കിടക്കുമ്പോൾ എപ്പോഴാണ് യമധർമ്മ രാജാവ് വന്ന് കാലപാശം, പോത്തിന്റെ പുറത്ത് വന്ന് കാലപാശം വീശി ആ ജീവനെ കൊണ്ടുപോകുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് പണ്ട് കാലങ്ങളിൽ. അപ്പോ ആ വീടുകളിൽ എപ്പോഴും വിഷ്ണു സഹസ്രനാമം, രാമായണമൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ യമൻ വരില്ല. ചിലർക്ക് ഒരു മിഥ്യാധാരണയുണ്ട് മൃത്യുഞ്ജയ മന്ത്രം എന്നുള്ളത് യമൻ വരാതിരിക്കാൻ, യമനെ അകറ്റാനുള്ള മന്ത്രമാണെന്ന്. വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. യമന്റെ സ്ഥാനം എന്താണ് ഭൂമിയിൽ, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. യമൻ നമ്മൾ കരുതുന്ന പോലെ മരണസമയത്ത് ഒരു പോത്തിന്റെ പുറത്ത് കയറിയിട്ട് കാലപാശവുമായിട്ട് വരുന്ന ഒരു ദേവൻ അല്ല. കാരണം ശരിക്കും പറഞ്ഞാല് യമൻ എന്ന് പറഞ്ഞാല് ധർമ്മോ യമഹ, ഇതാണ് സത്യം. ധർമ്മമാണ് യമനായിട്ട് പറയാറ്. അപ്പൊ ധർമ്മദേവതയാണ് യമൻ. ഇപ്പൊ ശിവൻ, വിഷ്ണു തുടങ്ങിയവരുടെ ആ ഒരു ആജ്ഞാപ്രകാരമാണ് ഒരു ശരീരത്തിൽ നിന്ന് യമൻ ജീവനെ കൊണ്ടുപോകുന്നത്. അപ്പൊ യമൻ എങ്ങനെയാണ് കാലത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാല്, നമ്മള് പുതുവർഷം ആഘോഷിക്കുന്നുണ്ട്, രാശിഫലങ്ങൾ നോക്കണു, എല്ലാം തന്നെ കാലം നമുക്ക് എന്താണ് കാത്തു വച്ചിരിക്കുന്നതെന്ന് അറിയാനാണ് അല്ലേ? ആ ഒരു ആകാംക്ഷ എല്ലാ മനുഷ്യർക്കും, ഭൂമിയിൽ വരുന്ന എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, നാളെ എന്ത് സംഭവിക്കും, എനിക്ക് എത്ര കാലം ആയുസ്സുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ, എന്തൊക്കെ കർമ്മങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ. നമ്മളെല്ലാം ഒരു ടൈം ബൗണ്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇല്ലേ? ഒരു ജോലി ചെയ്യണം, ഇത്രയും കാലം ജോലി ചെയ്തു, വീടുണ്ടാക്കണം, വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം അല്ലേ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴാണ് എൻ്റെ യാത്ര സമയം, ഇതെല്ലാം തന്നെ നമ്മൾ എന്താ പറയാ, ഈ ഒരു ടൈമിലൂടെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന കാലത്തിലൂടെ വരുന്ന മാറ്റങ്ങളെ ആ എത്ര വയസ്സായി ഈ ശരീരത്തിന് എന്നുള്ളത് നിർണയിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. നമുക്ക് എപ്പോഴും പാസ്റ്റിനേക്കാളും ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനാണ് താല്പര്യം. എന്തുകൊണ്ടെന്ന് വെച്ചാല് പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ദുഃഖങ്ങള് സുഖങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫ്യൂച്ചർ എനിക്ക് വളരെ എന്താ പറയാ നല്ലതായിരിക്കുമോ, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുമോ, സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ, എനിക്ക് ഭാഗ്യങ്ങൾ കിട്ടുമോ, എത്ര ഭാഗ്യവാനും ചിന്തിക്കുന്നത് അവസാന നിമിഷം വരെ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാവിയെ കുറിച്ച് ഇത്രയും ആകാംക്ഷ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ കാലം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പേരുടെ കഥ എന്ന് പറയുമ്പോൾ അത് എന്താണ് കാലമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഒന്ന്, അശ്വപതി എന്ന രാജാവിന്റെ മകളായിരിക്കുന്ന സാവിത്രി. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് സാവിത്രിയും ആ ഒരു സാവിത്രിയുടെ പാതിവൃത്യ ആ ഒരു ദൃഢത നമ്മള് പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. അപ്പോ സത്യവാനും സാവിത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എടുത്തതാണ് സാവിത്രി. അതായത് തന്റെ ഭർത്താവിനെ തന്റെ താല്പര്യത്തിൽ തന്നെ തിരഞ്ഞെടുക്കും, അതനുസരിച്ച്
തന്റെ അച്ഛനായിരിക്കുന്ന അശ്വപതി മഹാരാജാവിനോട് സാവിത്രി ആവശ്യപ്പെടുന്നു, തന്നെ രാജ്യത്തിലൊന്ന് രാജ്യം ചുറ്റിക്കാണാൻ അയക്കണം. തന്റെ ഭർത്താവിനെ തന്റെ ഇഷ്ടത്തിന് തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയുന്നു. വളരെ മകളെ ഇഷ്ടപ്പെടുന്ന അച്ഛൻ തീർച്ചയായിട്ടും സാവിത്രിയുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നില്ല. സാവിത്രിയെ തോഴിമാരോടൊപ്പം അയക്കുന്നു. സാവിത്രി തന്റെ ഭാവി ഭർത്താവായിരിക്കുന്ന സത്യവാനെ കണ്ടെത്തുന്നു. എവിടെയാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാല് കാട്ടില് രാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു വരുന്ന ഒരു രാജദമ്പതികളുടെ പുത്രനായിരിക്കുന്ന സത്യവാനെ കണ്ടത് ഒരു കാട്ടിൽ വെച്ചാണ്. കാരണം രാജപുത്രനായിരുന്നുവെങ്കിലും രാജ്യമൊന്നും ഇല്ലാതെ കാട്ടിൽ കഴിയുകയായിരുന്നു സത്യവാൻ. അപ്പൊ സാവിത്രി വിവരം തന്റെ അച്ഛനെ അറിയിക്കുന്ന സമയത്ത് നാരദമുനി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ത്രികാലജ്ഞാനിയായിരിക്കുന്ന നാരദമുനി അപ്പോൾ തന്നെ സത്യവാന്റെ ആയുസ്സിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. കാരണം വിവാഹശേഷം 1 വർഷം മാത്രമേ സത്യവാൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് രാജാവിനോട് പറയുന്നു. ഇത് സാവിത്രിയും അറിഞ്ഞു. ഇത് അറിഞ്ഞതിന് ശേഷം സാവിത്രി അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം താൻ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം കുറച്ചു കാലമാണെങ്കിലും ജീവിക്കണം എന്ന ഉറച്ച തീരുമാനമെടുക്കുകയാണ് സാവിത്രി. ഇത് രാജാവിനും സാവിത്രിക്കും നാരദ മഹർഷിക്കും മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. രാജാവിന് വളരെയധികം ദുഃഖിതനായിട്ട് തീർന്നു. തന്റെ ഏക മകളായിരിക്കുന്ന സാവിത്രി വളരെ 1 വർഷം മാത്രം സുമംഗലിയായിട്ട് അത് കഴിഞ്ഞ് വിധവയാകുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു രാജാവിന്. പക്ഷെ സാവിത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി വളരെയധികം ദുഃഖത്തോടെ രാജാവ് എന്താ പറയാ സാവിത്രിയെ സത്യവാന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സാവിത്രി അങ്ങനെ സന്തോഷത്തോടുകൂടി തന്റെ ഭർത്താവായിരിക്കുന്ന സത്യവാനോടൊപ്പം ഭർത്താവിന്റെ അച്ഛനും അമ്മയും വസിക്കുന്ന ആ ഒരു വനത്തിലേക്ക് പോയി. അപ്പൊ സത്യവാന്റെ ആയുസിന്റെ വിവരം സാവിത്രിക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. ഒരിക്കലും സത്യവാനോ സത്യവാന്റെ അച്ഛനമ്മമാർക്കോ അറിയില്ല. അങ്ങനെ ഒരു ദിവസങ്ങൾ കടന്നുപോയി. സത്യവാന്റെ ആ ഒരു മരണ ദിവസത്തിന് 3 ദിവസം മുമ്പേ സാവിത്രി വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതം ആരംഭിക്കുകയാണ്. ജഗന്മാതാ വ്രതം എന്നായിരുന്നു അതിന്റെ പേര്. അതായത് ദേവി പരാശക്തി കാലസ്വരൂപിണിയാണ് അമ്മ. ദേവി പരാശക്തിയെ ഉപാസിച്ചുകൊണ്ടുള്ള ആ വ്രതം നീഹാരാദികൾ ഉപേക്ഷിച്ച് സാവിത്രി വ്യക്തമായിരിക്കുന്ന ഒരു സങ്കല്പത്തോടെ ആചരിച്ചു. തന്റെ ഭർത്താവിന്റെ അച്ഛനമ്മമാരോട് പറഞ്ഞു, താൻ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്, തന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത്, താൻ ഭക്ഷണം എല്ലാം ഉപേക്ഷിച്ച് എന്താ പറയാ വ്രതം നോക്കുകയാണ്, എന്തിനാണെന്ന് മാത്രം അവരോട് പറഞ്ഞില്ല. അങ്ങനെ കാത്തിരുന്ന ദിവസം സത്യവാനോടൊപ്പം സാവിത്രിയും കാട്ടിൽ വിറക് ശേഖരിക്കാനായിട്ട് പോയി. ആ സമയം എത്തിയപ്പോൾ സത്യവാന് തല കറങ്ങുന്നതായിട്ട് തോന്നുകയും സാവിത്രിയുടെ മടിയിൽ തല ചായ്ച്ച് കിടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും യമധർമ്മൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സാവിത്രി അദ്ദേഹത്തെ തന്റെ ആ ഒരു ചക്ഷുസ്സുകൾ കൊണ്ട് തന്നെ കാണുകയാണ്. സാധാരണ ഒരു മനുഷ്യർക്കും യമധർമ്മ രാജാവിനെ കാണാൻ സാധ്യമല്ല. ധർമാത്മാക്കൾക്ക് മാത്രമേ തന്റെ ദിവ്യ ദൃഷ്ടിയില് യമനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാവിത്രി ആരാണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? സാവിത്രി തീർച്ചയായിട്ടും ഉയർന്ന ഒരു ധർമ്മിഷ്ഠയാണ് എന്നുള്ള അർത്ഥം എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. യമൻ സാവിത്രിയെ തൊഴുതു. കാരണം ആ ഒരു സത്യവാന്റെ ശരീരത്തെ താഴെ വയ്ക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ കാലത്തെ പറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. കർമ്മഫലം എന്താണെങ്കിലും ധർമ്മരാജൻ നീതി നടപ്പാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ തന്റെ കാലപാശം കൊണ്ട് സത്യവാന്റെ ആ ഒരു എന്താ പറയാ അങ്കുഷ്ട മാത്രമുള്ള കാരണ ശരീരത്തെ ബന്ധിച്ചുകൊണ്ട് യാത്രയാവാൻ തുടങ്ങി. സാവിത്രി യാതൊന്നും സംസാരിച്ചില്ല. സാവിത്രിയും യമനെ അനുഗമിച്ചു. സാധാരണഗതിയിൽ ഒരു നിശ്ചിത സ്ഥലം വരെ മനുഷ്യർക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാല് യമൻ ജീവനുമായിട്ട് പോകും. സാവിത്രി ആകട്ടെ യാതൊരു ഭയവും ഇല്ലാതെ ആ ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെ യമനെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം സാവിത്രിയോട് എന്തിനാണ് തന്നെ അനുഗമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ സാവിത്രി പറഞ്ഞു, തന്റെ ആ ഒരു ഭർത്താവിനെ കൊണ്ടുപോവുകയാണ്, ഭർത്താവിനെ അനുഗമിക്കുക എന്നുള്ള തന്റെ കടമയാണ്, അതുകൊണ്ടാണ് അനുഗമിക്കുന്നതെന്ന് പറയുകയാണ്. പാതാളം എന്നത് യമന്റെ ആ ഒരു ഭരണസ്ഥലമാണ്. നമ്മൾ സാധാരണ വിചാരിക്കും നരകം എന്നുള്ളതാണെന്നല്ല. പാതാളമാണ് യമന്റെ സ്ഥലം. എന്നാൽ നരകം എന്നത് ജീവനുകൾക്ക് പാപകർമ്മങ്ങൾ അനുഭവിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ യമൻ സത്യവാന്റെ ജീവനെ പാതാളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് പുണ്യ പാപങ്ങൾ അനുസരിച്ച് വേറൊരു ശരീരം കൊടുക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് വിടുന്നത്.
അതുകൊണ്ട് തന്നെ യമൻ സാവിത്രിയോട് തിരികെ പോവാൻ ആവശ്യപ്പെടുകയാണ്. സാവിത്രി പറഞ്ഞു, അങ്ങയുടെ ധർമ്മം എന്താണ് അങ്ങ് ചെയ്യുന്നത്? ജീവനെ കൊണ്ടുപോവുക. അതുപോലെ ഞാൻ സത്യവാന്റെ സഹധർമ്മിണിയാണ്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഞാൻ സ്വീകരിച്ചത്. ഞാൻ എന്റെ ധർമ്മമാണ് ചെയ്യുന്നത്. അതിന് എന്നെ അങ്ങ് തടസ്സപ്പെടുത്തരുത് എന്ന് പറയുകയാണ്. യമൻ യമൻ എന്താണ് ധർമ്മം എന്ന് സാവിത്രിയോട് ചോദിച്ചു. സാവിത്രി പറഞ്ഞു, താൻ എടുത്ത സങ്കല്പത്തിന് വേണ്ടി ആ ഒരു സത്യധർമ്മപരമായി നിലനിൽക്കുന്നതാണ് ധർമ്മം എന്ന് പറയുകയാണ്. അങ്ങനെ ധർമ്മത്തെക്കുറിച്ച് വളരെ നന്നായി സംസാരിച്ചുകൊണ്ട് യമനെ തന്റെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ സാവിത്രി പുറകെ പോയി. സാവിത്രിയുടെ ആ ഒരു ദൃഢനിശ്ചയം കണ്ടപ്പോൾ യമൻ സത്യവാന്റെ ജീവൻ ഒഴികെ മറ്റെന്തെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ടു. സാവിത്രി തന്റെ ഭർത്താവിന്റെ അച്ഛന്റെ അന്ധത മാറ്റി അവർക്ക് രാജ്യം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. യമൻ തഥാസ്തു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു സാവിത്രിയോട്. സാവിത്രി വീണ്ടും യമനോട് സംസാരിച്ചുകൊണ്ട് പുറകെ നടന്നു. തനിക്ക് യമരാജനെ കാണാൻ താൻ എന്ത് സത്കർമ്മമാണ് ചെയ്തതെന്ന് ചോദിച്ച് തന്റെ നന്ദി പ്രകാശിപ്പിച്ചു. യമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ ഭൂമിയിലെ കാലത്തെ നിയന്ത്രിക്കുന്നു, എന്നെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മൾ മഹാകാളി എന്ന് വിളിക്കുന്നത്. ആ ദേവിയുടെ കയ്യിലാണ് ഈ കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ചങ്ങളുടെയും നിയന്ത്രണം വഹിക്കുന്ന കാലപാശം എന്നത്. ആ ദേവിയെ നീ പൂജിച്ച് അനുഗ്രഹം വാങ്ങിയത് കൊണ്ട് മാത്രമാണ് നിനക്കെന്നെ നേരിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ അവർ വൈതരണി എന്ന് പറയുന്ന നദിക്കരയിൽ എത്തിച്ചേർന്നു. ഈ നദി എന്ന് പറയുന്നത് ഒരു അതിർവരമ്പാണ്. അത് കടന്നാൽ പിന്നെ തിരിച്ചു വരവില്ല. ഏത് ജീവനും വൈതരണി നദി 16 ദിവസം ബലികർമ്മങ്ങൾ ഏറ്റുവാങ്ങി ഓരോ പുത്രന്മാരും പുത്രിയന്മാരും ഒക്കെ തന്റെ പിതൃക്കളെ കടത്തിവിടുന്ന സ്ഥലമാണ് വൈതരണി എന്ന് പറയുന്ന നദി. അത് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ജീവന് തിരിച്ച് ഈ ലോകത്തേക്ക് വരാൻ സാധ്യമല്ല. അവിടെ വെച്ച് യമൻ സാവിത്രിക്ക് അവസാന വരം എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ തനിക്ക് ധാർമ്മികമായി തന്റെ ഭർത്താവായിരിക്കുന്ന സത്യവാനോടൊപ്പം ജീവിച്ച് 100 കുട്ടികൾ വേണമെന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ അച്ഛന് യജ്ഞകുണ്ടത്തിൽ നിന്ന് ലഭിച്ചതാണ്. എൻ്റെ ഇതുവരെയുള്ള ജീവിതം ധർമാധിഷ്ഠിതമാണെങ്കിൽ മാത്രം എനിക്ക് ഈ വരം തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോ കാലന് മറുപടിയൊന്നും ഇല്ല. തഥാസ്തു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു മറുപടി? കാരണം സത്യവാന്റെ ജീവൻ തിരിച്ചു കൊടുത്തേ പറ്റൂ അല്ലെ? ധർമാനുസൃതമായിട്ട് തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ച് തനിക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഭർത്താവിനെ മടക്കി കൊടുത്തേ പറ്റൂ. അപ്പോ യമധർമ്മ രാജാവിനെ ശരിക്കും പറഞ്ഞാല് ആ ഒരു ധർമ്മത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് സാവിത്രി തന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു വാങ്ങിക്കുകയാണ്. അങ്ങനെ സത്യവാന്റെ ജീവൻ തിരിച്ചു കിട്ടി. സത്യവാന്റെ എന്താ പറയാ അച്ഛനമ്മമാർക്ക് രാജ്യം തിരിച്ചു കിട്ടി. അച്ഛന് അന്ധത മാറി. ഇതെല്ലാം തന്നെ സാവിത്രിയുടെ ആ ഒരു സങ്കല്പ ബലം കൊണ്ട്, ആ ഒരു ധർമ്മം കൊണ്ട് തിരിച്ചു കിട്ടിയതാണ്. കാലം എന്നത് വളരെ ഓർമ്മശക്തിയുള്ളതാണ്. നമുക്ക് അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിരിക്കണം. ഇവിടെ ഓരോരുത്തരും ചെയ്യുന്ന നല്ലതും മോശവുമായിരിക്കുന്ന കർമ്മങ്ങള് എല്ലാം ഓർത്തു വെച്ചിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ആളാണ് യമരാജൻ എന്ന് പറയുന്നത്. ഒരു കടുകിട ധർമ്മം തെറ്റിക്കാറില്ല. അങ്ങനെ സാവിത്രി അനുഗ്രഹിച്ച യമധർമ്മൻ സത്യവാന്റെ ജീവിതം തിരിച്ചു കൊടുക്കേണ്ടി വന്നത് തന്നെ സാവിത്രിക്ക് ധർമാനുസൃതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാലം എന്നത് ഏറ്റവും വലിയ സത്യമാണ്. എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പേടകമാണ് കാലം. നമുക്ക് എന്തൊക്കെ നമ്മൾ എന്തൊക്കെ അസത്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും കാലം അതിനെ പുറത്തു കൊണ്ടുവരും ഇല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കാരണം കാലം എന്നുള്ളത് സത്യമാണ്. രാമായണത്തില് സുന്ദരകാന്ഡത്തില് സീതാദേവിയെ കാണാനായിട്ട് ഹനുമാൻ അശോകവനിയിൽ നമുക്കറിയാം. അശോകവനിയിലെത്തി കണ്ടു. രാവണന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടവും ലങ്കാ നഗരവും എല്ലാം തന്നെ നാശമാക്കി. ഹനുമാനെ പിടിച്ചുകെട്ടി വാലിൽ തുണി ചുറ്റി അഗ്നി കൊടുത്തു. രാവണന്റെ കിങ്കരന്മാർ ഈ കാര്യങ്ങൾ വന്ന് സീതാദേവിയോട് പറയുകയാണ്. ഇതറിഞ്ഞ സീതാദേവി പറഞ്ഞത് എന്താ? താൻ ചെയ്ത ഉപാസന സത്യമാണെങ്കിൽ, തനിക്ക് തന്റെ രാമനിൽ പൂർണ്ണ ഭക്തി ഉണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, തന്റെ സത്യധർമ്മങ്ങള് കാലത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഹനുമാന്റെ വാലിൽ കൊളുത്തിയിരിക്കുന്ന അഗ്നി അത് ശീതളമായിട്ട് ഭവിക്കട്ടെ എന്നാണ്. അത് സംഭവിച്ചു. ഹനുമാൻ ഒന്നും സംഭവിച്ചില്ല. ലങ്ക കത്തി അമർന്നു. അപ്പോ കാലം എന്നത് എക്കാലവും സത്യമാണ്.
അവിടെ കള്ളമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല, ഇല്ലേ? ഇതുപോലെ തന്നെ രാമായണത്തിന്റെ അവസാനം സീതാദേവി ഭൂമിദേവിയോട് പറയുന്നുണ്ട്, താൻ ഇതുവരെ ജീവിച്ചത് സത്യസന്ധമാണെങ്കിൽ അമ്മ ഭൂമിദേവിയോട് പറയണം തന്നെ സ്വീകരിക്കണമെന്ന്. അപ്പൊ തന്നെ ദേവി മുകളിലോട്ട് ഭൂമി പിളർന്ന് സീത ഭൂമിയിലേക്ക് പോവുകയാണ്. അപ്പൊ സത്യം എന്ന് പറയുന്നതാണ് കാലം. അതിനെ ആർക്കും മാറ്റാൻ കഴിയില്ല. ചെയ്ത പ്രവർത്തികളെ കർമ്മമാണ്. എന്നാൽ അത് തെറ്റായ ചിന്തകൾ മാത്രമാണ് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്നത്. കാരണം ഓരോ കർമ്മങ്ങളും നമ്മൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും എല്ലാം ഒരു ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ, അല്ലെ? ഒരു CC ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന പോലെ കാലം റെക്കോർഡ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് പലതിനും ഉത്തരം കാണാതെ കറങ്ങുന്നത്. നമ്മൾ ചോദിക്കാറുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ മറന്നു പോകാം, പക്ഷെ കാലം അത് മറക്കില്ല. അപ്പോ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ തന്നെ അനുഭവിക്കണമെന്ന് രത്നാകരന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് രത്നാകരനിൽ നിന്ന് വാൽമീകി എന്ന് പറയുന്ന ഒരു മഹർഷി നമുക്ക് ആ ഒരു രാമനാമത്തിന്റെ മഹത്വം പറഞ്ഞു തരാനും രാമായണം എന്ന് പറയുന്ന ഒരു മഹാകാവ്യത്തെ നമുക്ക് ലഭിക്കാനും ഇടയായത്. ഇപ്പൊ കാലത്തെ മറയ്ക്കാനോ മാറ്റങ്ങൾ വരുത്താനോ ആർക്കും സാധ്യമല്ല. സത്യമായ എല്ലാറ്റിന്റെയും പ്രപഞ്ചത്തിന്റെയും ജീവനുകളുടെയും അടിസ്ഥാനം ഈ കാലം തന്നെയാണ്. നമുക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ധാർമ്മികമായിട്ടൊരു ചര്യ ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ നന്മകളും എപ്പോഴെങ്കിലും നമുക്ക് വന്നു ചേരും. നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോവില്ല, തിന്മയും അതുപോലെ തന്നെയാണ്. പക്ഷെ എപ്പോഴും ആ സത്യസന്ധത നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, എന്താണ് സാധന? അങ്ങ് പറയുന്നുണ്ടല്ലോ സാധന, അതൊക്കെ ചെയ്യുമ്പോ അത് പാതി വെച്ച് അത് ചെയ്തു പോകുമ്പോ പാതി വെച്ച് ശരീരം വിട്ടുപോണെങ്കിൽ എന്ത് പ്രയോജനമാണ് അതുകൊണ്ടെന്ന്. അപ്പൊ ഭഗവാൻ പറയണുണ്ട്, എന്ത് ചെയ്തോ അവിടെ വെച്ച് വീണ്ടും തുടങ്ങും. മാത്രമല്ല ഈശ്വരാഭിമുഖമായി ചെയ്തതിന്റെ എല്ലാ ഗുണഫലങ്ങളും ശരീരം എടുത്തു വന്ന് അനുഭവിക്കുകയും ചെയ്യും. ഒരിക്കലും നീ അതിൽ സംശയിക്കരുത് അർജുന എന്ന്. അപ്പൊ ഈ കർമ്മങ്ങളെല്ലാം തന്നെ, കർമ്മത്തിന്റെ തുടർച്ചയാണ് ജന്മം. ആ ജന്മത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള സുഖദുഃഖങ്ങൾ നമുക്ക് അതിന്റെ ഫലമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ഒരു നിഷ്കപട ഭക്തി, എന്തെങ്കിലും കിട്ടാനോ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ ഒന്നും ചെയ്യാതെ സദാ സത്യധർമ്മങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് എന്താ പറയാ, സീതാദേവി, സാവിത്രി പോലുള്ളവരുടെ ആ ഒരു കഥ, അതായത് കാലം വലിയ അനുഗ്രഹം കൊടുക്കുന്നു നമ്മൾ കണ്ടു. അപ്പൊ നമ്മളെ കാത്തുരക്ഷിച്ച ധർമ്മം തന്നെ നമ്മളെ വന്ന് രക്ഷിക്കും, ഉറപ്പാണ്. ഇത് സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ആ വാല്യൂസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് അത് പരിപാലിച്ചു കൊണ്ടുപോകണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവോ അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം ടൈം റിമെമ്പേഴ്സ് എവറിത്തിങ് എന്നാണ്. കാരണം മനുഷ്യൻ ഓർക്കേണ്ട സംഗതിയാണിത്. കാരണം ആ ഒരു മൃഗണ്ടു മഹർഷിക്ക് ശിവൻ കൊടുത്ത വരം എന്തായിരുന്നു? അദ്ദേഹം വളരെ മക്കളില്ലാതെ ശിവനെ തപസ് ചെയ്യാണ് മൃഗണ്ടു, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷനായി അദ്ദേഹത്തിനോട് ചോദിക്കണം, അല്പായുസായ ബുദ്ധിയുള്ള ഒരു പുത്രൻ വേണോ, ദീർഘായുസായിരിക്കുന്ന മന്ദബുദ്ധിയായ ഒരു മകൻ വേണോ എന്ന്. മഹർഷി രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ഭഗവാനോട് ബുദ്ധിമാനായിരിക്കുന്ന, അല്പായുസാണെങ്കിലും ബുദ്ധിമാനായിരിക്കുന്ന മകൻ മതി എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അത് ലഭിച്ചു. അപ്പൊ ജ്ഞാനിയായ ഒരു പുത്രൻ ആണ് മാർക്കണ്ഡേയൻ. അങ്ങനെ ഒരു പുത്രനെയാണ് മൃഗണ്ടുവിന് ലഭിച്ചത്. നമുക്കറിയാം, ധൃതരാഷ്ട്രക്ക് 100 പുത്രന്മാരെ ലഭിച്ചിട്ടും എല്ലാം നഷ്ടപ്പെട്ടു പോയി. പാണ്ഡുവിന്റെ 5 പുത്രന്മാര് കേമന്മാരായി നമ്മൾ ഇന്നും ആ ഒരു പാണ്ഡവരെന്ന് അറിയപ്പെടുന്നു, അല്ലെ? അവരുടെ ശരിക്കും പറഞ്ഞാല് ആ ഒരു സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങളാണ് മക്കളോടൊപ്പം അനേക കാലം ചെലവഴിക്കണമെന്നത്. അതാണ് ധൃതരാഷ്ട്ര ആഗ്രഹിച്ചത്. എന്നാൽ പാണ്ഡുവിന്റെ പുത്രന്മാർ ധാർമ്മികമായിട്ട് ജീവിച്ചവരാണ്. അന്ന് അവരിന്നും ഓർമ്മിക്കപ്പെടുന്നു ധർമ്മത്തിന്റെ പ്രതീകങ്ങളായിട്ട്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ മൃഗണ്ടു മഹർഷി കുറച്ചു കാലമാണെങ്കിലും ജ്ഞാനിയായിരിക്കുന്ന പുത്രൻ മതി എന്ന് തീരുമാനിക്കുകയാണ്. ആ 16-ാമത്തെ വയസ്സില് മാർക്കണ്ഡേയൻ ശരീരം വിടും എന്ന് അദ്ദേഹത്തിന് അറിയാം. അച്ഛനായ മൃഗണ്ടു മഹർഷി കുട്ടി ജനിച്ച നാള് മുതൽ ആശ്രമത്തിൽ ആര് വന്നാലും കുട്ടിയെ നമസ്കരിപ്പിക്കും. കാരണം ആ ഒരു സംസ്കാരം. എന്തിനാണ് നമ്മൾ കുട്ടികള് മുതിർന്നവരുടെ കാലിൽ നമസ്കരിക്കുന്നത്? അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? കുട്ടിയെ നമസ്കരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വരുന്നത് ഋഷിമുനിമാരാണ്. ആ ഋഷിമുനിമാർ ആശ്രമം സന്ദർശിക്കുമ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന മാർക്കണ്ഡേയൻ ചെന്ന് നമസ്കരിക്കുമ്പോൾ അവരെന്താണ് അനുഗ്രഹിക്കുന്നത്? എല്ലാ സമ്പത്തുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ദീർഘായുസായിട്ടിരിക്കുക,
എന്നാണ് സാധാരണഗതിയിൽ എല്ലാവരും അനുഗ്രഹം ചെയ്യുന്നത്. അപ്പോ അവർക്കെല്ലാം തന്നെ ആ ഒരു ശിവന്റെ ശാപത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പോ ആ ഒരു ശിവന്റെ ശാപത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ആരും ഈ കുട്ടിയെ ദീർഘായുഷ്മാൻ ഭവ എന്ന് അനുഗ്രഹിക്കുന്നില്ലായിരുന്നു. ഇതില് മൃഗണ്ടു മഹർഷിക്ക് വളരെയധികം ദുഃഖം തോന്നി. കാരണം ഇവർക്കെല്ലാം ഇത് അറിഞ്ഞിട്ടായിരിക്കുമോ ഈ കുട്ടിക്ക് ദീർഘായുസ് അനുഗ്രഹിക്കാത്തത്. എങ്കിലും ഭാരതീയ സംസ്കാരത്തിൽ ഒരു കുട്ടി, അതായത് വയസ്സിന് കുറഞ്ഞ ഒരു വ്യക്തി ആ ഒരു വയോവൃദ്ധനെയോ ജ്ഞാനവൃദ്ധനെയോ നമസ്കരിച്ചാല് അവര് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സത്യവാക്കായിട്ട് തീരും. ഇതാണ് സാധാരണഗതിയിൽ നടക്കാറ്. അപ്പൊ ഈ ഒരിക്കല് ഇങ്ങനെ കാലം കടന്നുപോയി, മാർക്കണ്ഡേയൻ വലുതായി. ഒരിക്കല് സപ്തഋഷികള് അരുന്ധതിയോടൊപ്പം തന്നെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നാരദനും എത്തിച്ചേർന്നു. സപ്തഋഷികളും അരുന്ധതിയും ചേർന്ന് കുട്ടിക്ക് ദീർഘായുഷ്മാൻ ഭവ എന്ന് അനുഗ്രഹിച്ചു. ഇത് കണ്ട നാരദൻ, അപ്പൊ സാധാരണ ഇങ്ങനെയുള്ള സമയത്തെല്ലാം നാരദ മഹർഷി അവിടെ ഉണ്ടായിരിക്കും അല്ലെ, അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹം ചിരിച്ചു. കാര്യം ഋഷിമാർ എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോ നാരദൻ പറഞ്ഞു, ഋഷി വാക്ക് വേദവാക്ക് അല്ലെങ്കിൽ സത്യവാക്കായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ആദ്യമായിട്ട് തെറ്റാൻ പോവുകയാണല്ലോ. കാരണം ഭഗവാന്റെ നിശ്ചയം അനുസരിച്ച് മാർക്കണ്ഡേയൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുസുള്ളൂ. അപ്പൊ ഇത് കേട്ട സപ്തഋഷികൾ അപ്പോൾ തന്നെ മാർക്കണ്ഡേയനും കൂട്ടി സത്യലോകത്തേക്ക് പോയി. കാരണം അവര് കൊടുത്ത അനുഗ്രഹം ഒരിക്കലും എന്താ പറയാ ഫലിക്കാതെ വരില്ല. അപ്പൊ അവര് സത്യലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു കുട്ടിയെ തന്റെ അടുക്കൽ വിട്ടിട്ട് പോകാൻ ആവശ്യപ്പെട്ടു. താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രഹ്മാവ് മാർക്കണ്ഡേയനോട് ശരീരം വിടുന്നതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി പറഞ്ഞത് തനിക്ക് യാതൊരു വിഷമവുമില്ല, പക്ഷെ അച്ഛനാണ് ദുഃഖം, അച്ഛൻ സന്തോഷമായിട്ടിരുന്നാൽ മതി എന്നാണ് ആ കുട്ടി ഉത്തരം പറഞ്ഞത്. ബ്രഹ്മാവിന് ഇവിടെയാണ് കാലത്തിന്റെ രഹസ്യം മാർക്കണ്ഡേയനും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൃഷ്ടികർത്താവാണ് ഇല്ലേ. അപ്പൊ കാലം എന്താണ് അറിയേണ്ടത് എന്നുള്ള ആ ഒരു രഹസ്യത്തെ മാർക്കണ്ഡേയന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം സൃഷ്ടി കാരകനായിരിക്കുന്ന ബ്രഹ്മാവ് കാലത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് എങ്ങനെ ജീവിക്കാം എന്ന രഹസ്യം മാർക്കണ്ഡേയന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. മഹാകാലനായിരിക്കുന്ന ശിവനാണ് സമയത്തിന്റെ അധിപതി. രുദ്രൻ സമയത്തെ ഭക്ഷിക്കുന്നു എന്നാണ് സാധാരണ പറയാറ്. അപ്പൊ പ്രളയകാലത്ത് ഭഗവാന്റെ ഭക്ഷണമാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാം തന്നെ. അപ്പൊ എല്ലാം സൂക്ഷ്മ രൂപത്തില് ഭഗവാന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ ആ ഒരു മൃത്യുവിനെയും ഭഗവാൻ ഭക്ഷിക്കും. അതുകൊണ്ട് കാലത്തിന്റെ അപ്പുറം നിൽക്കുന്ന മഹാകാലേശ്വരനായിരിക്കുന്ന ശിവനെ മാർക്കണ്ഡേയൻ ഭജിക്കണം. അപ്പൊ കാലത്തിലൂടെ, കാരണം ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു തുരീയം എന്നുള്ള ഒരു സമയമുണ്ട്. അപ്പൊ ബിയോണ്ട് എന്ന് പറഞ്ഞാൽ കാലം, എന്നാല് ആ ഒരു കാലപ്രവാഹത്തിലൂടെ മാത്രമേ നമുക്ക് കാലാതീതത്തിലേക്ക് എത്താൻ സാധ്യമാകൂ. അപ്പോ ആ കാലത്തിനപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ് ഈ ശരീരമാകുന്ന ഉപാധിയിലിരുന്ന മനുഷ്യൻ ചെയ്യേണ്ടത്. ഈ രഹസ്യത്തെയാണ് ബ്രഹ്മാവ് ആ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന മാർക്കണ്ഡേയന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ച് സംസാരത്തിലേക്ക് വരാതെയുള്ള അവസ്ഥയാണ് അത്. അപ്പൊ അത് കാലത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ബ്രഹ്മാവ് മാർക്കണ്ഡേയനെ ആ ഒരു ശിവ ഉപാസന എന്ന് പറയുന്ന ആ ഒരു ശിവ പഞ്ചാക്ഷരി എന്ന് പറയുന്ന പഞ്ചാക്ഷരി മഹാമന്ത്രം ദീക്ഷയായിട്ട് കൊടുക്കുകയാണ്. അപ്പോ ആ ഒരു ഉപാസന പദ്ധതി എങ്ങനെയാണ് ആ ഒരു മഹാകാലനായിരിക്കുന്ന ശിവനെ ഉപാസിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ മാർക്കണ്ഡേയൻ പൂർണ്ണ ഭക്തിയോടെ ശിവധ്യാനത്തിൽ മുഴുകി. സമയം പോയതറിഞ്ഞില്ല. ശരീരം വിടേണ്ട ദിവസം വന്നു ചേർന്നു. യമൻ എന്ന ധർമ്മദേവത മാർക്കണ്ഡേയനെ ജീവനെ കൊണ്ടുപോകാനായിട്ട് വന്നു. യമപാശം വീശി. യമൻ വന്നത് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അല്ലെ. 16 വർഷം മുമ്പ് തന്നെ ലഭിച്ചത് ആ ഒരു എന്താ പറയാ വരത്തിന്റെ കൂടെ തന്നെ ആ ഒരു ശാപം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു അനുഗ്രഹം അദ്ദേഹം കൊടുത്തപ്പോൾ 16 വർഷമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യമധർമ്മൻ വന്നത് തെറ്റായിരിക്കുന്ന കാര്യമല്ല. ശിവന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ 16 വർഷം കഴിഞ്ഞപ്പോ വന്നത്. അപ്പൊ മാർക്കണ്ഡേയനാണെങ്കിൽ ധ്യാനമഗ്നായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ യമൻ മാർക്കണ്ഡേയനെ ആ ഒരു സമയം അറിയിക്കുകയാണ്. കാരണം ഇവിടെയും നമ്മള് സാവിത്രി കണ്ടതുപോലെ മാർക്കണ്ഡേയന് യമധർമ്മ രാജാവിനെ കാണാൻ സാധിക്കുന്നു തന്റെ കണ്ണുകൾ കൊണ്ട്.
അപ്പോൾ സമയം ആയി പോവാൻ തന്നെ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് യമധർമ്മൻ പറഞ്ഞു. യാതൊരു ഭയവുമില്ലാതെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ധ്യാനം കഴിഞ്ഞാൽ ഉടനെ വരാമെന്ന് മറുപടി പറഞ്ഞു. യമനോട് മറുപടി പറയുകയാണ്, നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടല്ലേ, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ യമൻ പറഞ്ഞു, താൻ കാത്തു നിൽക്കാൻ തയ്യാറല്ല. കാരണം യമപാശം വന്ന് വീഴുന്ന സമയത്ത് ഉടനെ തന്നെ ആ ജീവന് തന്റെ സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോകാന്നുള്ളതാണ് യമന്റെ ആ ഒരു നിയമം. അപ്പോ ആ യമപാശം വീണ സമയത്ത് മാർക്കണ്ഡേയൻ മൃത്യുവിനെ ജയിച്ച മൃത്യുഞ്ജയനായിരിക്കുന്ന ഭഗവാനെ അല്ല വിളിച്ചത്, പക്ഷേ ആ ഒരു മനോഹരമായിരിക്കുന്ന മറ്റൊരു സ്തോത്രമാണ് അവിടെ ചൊല്ലിയത്. നമ്മൾ സാധാരണഗതിയിൽ മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുവിനെ ജയിക്കുക അല്ലെ, ആ ത്രയംബക മന്ത്രമാണ് സാധാരണ ജപിക്കുന്നത്. പക്ഷേ ഈ മാർക്കണ്ഡേയൻ ജപിച്ചത് വേറൊരു സ്തോത്രമാണ്. മാർക്കണ്ഡേയൻ രചിച്ച സ്തോത്രമാണിത്. അദ്ദേഹം രചിച്ച സ്തോത്രമാണ് ചന്ദ്രശേഖര 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 പാഹിമാം, ചന്ദ്രശേഖര 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 രക്ഷമാം. അപ്പൊ മൃത്യുഞ്ജയ ഭഗവാനെ അല്ല അവിടെ വിളിച്ചത്. എന്താണ്? ശിരസിൽ മനോഹരമായിരിക്കുന്ന ചന്ദ്രക്കല ധരിച്ച ഭഗവാനെ വിളിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാല് കാലത്തിന്റെ അതിനിഗൂഢമായിരിക്കുന്ന ഒരു രഹസ്യമാണിത്. അപ്പൊ എങ്ങനെയാണ് ഈ കാലം മാറുന്നത്? സാധാരണഗതിയിൽ ഭൂമിയിലെ കാലത്തെ നമ്മൾ നിശ്ചയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട എന്താ പറയാ ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും അല്ലെ. അമാവാസിയിൽ നിന്ന് പൗർണമി വരെ 15 തിഥികളാണുള്ളത്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി, പിന്നെ അല്ലെങ്കിൽ അമാവാസി. ഇങ്ങനെ 15 തിഥി നിത്യദേവതകളാണുള്ളത്. അപ്പൊ ഇത് ദിവസേന മാറിക്കൊണ്ടിരിക്കും, നമുക്കറിയാം ഇല്ലേ. എന്നാൽ ശിവഭഗവാന്റെ ശിരസിലിരിക്കുന്ന ചന്ദ്രകല നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ചന്ദ്രകല തന്നെയാണ് പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ ശിരസിലിരിക്കുന്നത്. അത് മാറാത്ത കലയാണ്. അതിനെയാണ് സാദാഖ്യ കല എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റേണൽ ആൻഡ് അൺചേഞ്ചിങ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ അഷ്ടമി കലയാണ് ശിവഭഗവാന്റെ ആ ഒരു ശിരസിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിലെ മാറ്റങ്ങള് കാലത്തിൽ വരുന്നത് ചന്ദ്രന്റെ കലകളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇത് കലകൾക്ക് അതീതമായിരിക്കുന്ന ചന്ദ്രനാണ്. കാരണം അത് പൂർണ്ണചന്ദ്രനല്ല, അതൊരു കലയായിട്ടിരിക്കുന്നു, അതിന് മാറ്റമില്ല. കാരണം അതുകൊണ്ടാണ് ഇറ്റേണൽ എന്ന് പറയാൻ കാരണം. അപ്പൊ എന്നാ ആ ഭഗവാന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന മാറാത്ത കല, അതിനെയാണ് ഭഗവാനെ വിളിച്ചത് എന്താണ്? ചന്ദ്രശേഖര. ആ ഒരു ചന്ദ്രനെ ധരിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാനെ, കാലത്തിന് തൊടാൻ സാധിക്കാത്ത, കാരണം കാലം നിശ്ചലമാകുന്ന അല്ലയോ ചന്ദ്രശേഖര ഭഗവാനെ, ശിവഭഗവാനെ. അപ്പൊ കാലം എന്ന യമൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, ഈ കാലത്തിന്റെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും. അപ്പൊ ആ സമയം എന്താണ് ഭഗവാൻ ചെയ്തത്? ഭക്തവത്സലനാണ് ഭഗവാൻ ഇല്ലേ. ഭഗവാൻ ഭക്തനെ രക്ഷിച്ച് അനുഗ്രഹം കൊടുക്കാനും യമന് എന്താ പറയാ ഒരു പാഠം പഠിപ്പിക്കാനായിട്ടാണ് സാക്ഷാൽ ഭഗവാൻ അവിടെ എത്തുന്നത്. കാരണം അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം യമൻ ധർമ്മം മാത്രമാണ് അവിടെ ചെയ്തത്. അപ്പോ സാക്ഷാൽ അഘോരമൂർത്തിയായിട്ട് ഭഗവാൻ ശിവലിംഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ശിവലിംഗം രണ്ടായിട്ട് പിളരുകയും അവിടുന്ന് അഘോരമൂർത്തി ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് ശൂലത്തോടുകൂടി ശൂലപാണിയായിട്ട് സാക്ഷാൽ ആ ഒരു അഘോരമൂർത്തിയായിട്ട് ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മാർക്കണ്ഡേയൻ തന്റെ ആ നിഷ്കപട ഭക്തി, അദ്ദേഹത്തെ ഒരിക്കലും എന്താ പറയാ ചിരഞ്ജീവിയാക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. താൻ യമധർമ്മനോട് പോവുകയില്ല എന്നും പറഞ്ഞിട്ടില്ല. ശിവഭക്തിയിൽ ആ ഒരു ശിവധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ വരാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരിക്കലും തനിക്ക് ഈ ഭൂമിയിൽ ചിരകാലം ജീവിക്കണമെന്ന് മാർക്കണ്ഡേയൻ പറഞ്ഞിട്ടില്ല. ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ആ ഒരു ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ധ്യാനത്തിൽ ഇരിക്കുന്നത്, ഉറക്കത്തിൽ കിടക്കുന്ന ആരെയും നമ്മൾ ഒരിക്കലും എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഉണർത്താൻ പാടില്ല എന്ന് ഒരു ധർമ്മമുണ്ട്. ഒരു ജീവന്റെ എല്ലാ കർമ്മവിനകളും പരമാത്മാവായിരിക്കുന്ന ആ ഒരു ശിവധ്യാനത്തിൽ ഇല്ലാതായി തീർന്നു എന്നുള്ള സത്യം ഭഗവാന് മാത്രമാണ് അറിയാമായിരുന്നത്. കാരണം എന്താണ് പഞ്ചാക്ഷരി ധ്യാനം, പഞ്ചാക്ഷരി രഹസ്യം എന്താണ്? ഈ പഞ്ചാക്ഷരം എന്ന് പറയുന്ന പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ ഈ പഞ്ചാക്ഷര ധ്യാനം കൊണ്ട് ഇല്ലാതാക്കി എന്നർത്ഥം. പക്ഷെ അത് ഭഗവാന് മാത്രമേ അറിയായിരുന്നുള്ളൂ, യമധർമ്മന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ പൂർണ്ണ സമർപ്പണത്തോടെ ശരണാഗതി അടഞ്ഞ ഭക്തന്റെ പഴയ കർമ്മങ്ങള്, അതായത് സഞ്ചിത കർമ്മങ്ങളെന്ന് നമ്മൾ പറയുന്ന എല്ലാം തന്നെ മാഞ്ഞുപോയി.
അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിരിക്കുന്ന ശിവഭക്തി കൊണ്ട്, ശിവാനുഗ്രഹം കൊണ്ട്. അപ്പൊ ശിവൻ ശിവലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് തന്റെ ഇടത് കാലായിരിക്കുന്ന ശക്തി, ഒരു ശരീരത്തില് വലതുകാല് ശിവനും ഇടതുകാല് ശക്തിയാണ് അല്ലെ. ഇടത് കാലായിരിക്കുന്ന ശക്തി ഭാഗം കൊണ്ട് യമനെ ചവിട്ടി പുറത്താക്കിയെന്ന് കഥ. അപ്പൊ ദേവി കാലസ്വരൂപിണിയാണ്. അതിലൂടെയാണ് ശിവനില് ഒരു ജീവൻ എത്തിച്ചേരേണ്ടത്. കാരണം അങ്ങനെ ശിവനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എത്തിയ ഒരു ജീവനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മൃത്യുവിനെ ഭഗവാൻ നേരിട്ട് തട്ടിമാറ്റി ആ ഒരു മാർക്കണ്ഡേയനെ ചിരഞ്ജീവിയായി മാറ്റുകയും ചെയ്തു. വേദങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. എന്ത് പൂർവ്വ കർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാനെ ഭക്തിയോടെ ധ്യാനിക്കുന്ന ആ ഏതൊരു ജീവനെയും ഭഗവാൻ രക്ഷിക്കും. അപ്പൊ ദേവിയുടെ പേര് ഭക്തിവശ്യ എന്നാണ് അല്ലെ. ലളിതാ സഹസ്രനാമം പറയണു, അമ്മ ഭക്തിവശ്യാണ്, ഭക്തി കൊണ്ട് വശ്യപ്പെടുന്നതാണ് ദേവി. സാക്ഷാൽ ത്രിപുരസുന്ദരി. അപ്പൊ ആരാണോ തന്നെ ആ ഒരു ഈശ്വരൻ്റെതാണെന്ന് പരിചയപ്പെടുത്തുന്നത്, അവര് ഈശ്വരൻ ഏത് രൂപത്തിലാണോ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ വന്ന് രക്ഷിച്ചിരിക്കും. ഇത് സത്യവാക്കാണ്. ദേവി മഹാത്മ്യത്തിൽ ദേവി ഇത് പറയുന്നുണ്ട്. അപ്പൊ ജീവന്റെ ഭയം ഇല്ലാതാക്കി അതിന് ഒരു അഭയം കൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ ഭഗവാന്റേതാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ലെ. നമ്മളെപ്പോഴും പറയുന്നത് എന്താ, ഭഗവാനെ എന്റെ കൈ പിടിക്കണേ അല്ലെ, എന്നെ കൈ പിടിച്ച് രക്ഷിക്കണേ. അങ്ങനെയല്ല, ഞാൻ ഭഗവാന്റേതാണ്, ഭഗവാൻ എന്നെ രക്ഷിക്കും, എന്റെ അച്ഛനമ്മമാരാണ് എന്ന് നമുക്ക് പറയാനുള്ള ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി മാത്രമല്ല, ഉറപ്പുണ്ടായിരിക്കണം. അപ്പൊ മാർക്കണ്ഡേയൻ ശിവന്റേതായിട്ട് തീർന്നു അല്ലെ, കാലത്തെ മറികടന്നു. ശിവഭക്തൻ എന്നല്ല, അത് ശിവനായിട്ട് തീരുക ചെയ്തത്. അപ്പൊ നമ്മളെ മനുഷ്യര് കാലത്തെ എന്തൊക്കെയോ നടക്കാനുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് കാണുന്നത് അല്ലേ. കാരണം എന്തൊക്കെയോ നേടിയും നേടാതെയും എല്ലാം ഇവിടെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. കാരണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികളോട് പറയാറുണ്ട്, കൗമാരം ഇന്ന പ്രായത്തിൽ ഇതെല്ലാം ചെയ്യണം, അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ നേടണം അല്ലെ, അത് കഴിഞ്ഞ് മരണത്തെ കാത്തിരിക്കുന്നു ശരീരം ഉപേക്ഷിക്കാൻ. ഇതാണ് നമ്മൾ കാണുന്ന കാലം. കാരണം ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ കാലത്തിന്റെ പിടിയിലാണ് എന്ന് പറയാൻ കാരണം. കാരണം ഓരോ ടാർഗറ്റ് വെച്ചിട്ട് ജീവിതത്തിൽ അത് ഓരോന്ന് നേടിയെടുക്കുക. പക്ഷെ ഈ നേടിയെടുക്കുന്നതെല്ലാം എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ എങ്ങനെ വന്നോ അതുപോലെ നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം ഇവിടെ എന്തൊക്കെ ലഭിക്കുന്നതിൽ നമ്മൾ സന്തുഷ്ടരാകണമെന്നുള്ളത് എല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഭൗതികമായിരിക്കുന്ന ലൗകികമായിരിക്കുന്ന നേട്ടങ്ങളിലാണ് നമ്മൾ ആകൃഷ്ടരാകുന്നത്. കാലം എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രപഞ്ച തലമാണ്, ഒരു അനുഭവ തലമാണ്. അതിൽ ജീവിച്ച് അതിനെ മറികടക്കാൻ ആ ഒരു ഈശ്വരനെ പിടിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഈ പ്രപഞ്ചത്തിൽ വന്ന നമുക്ക് എല്ലാവർക്കും തന്നെ പ്രപഞ്ചം എന്ന് പറയുന്ന കാണപ്പെടുന്ന ഒരു വസ്തു, ഇതിൽ വന്ന ജീവൻ എന്ന് പറയുന്ന വ്യക്തിബോധം, ഈശ്വരൻ, ഈ മൂന്ന് കാര്യങ്ങൾ, ഇതിനാണ് നമ്മൾ സാധാരണ ത്രിപുടി എന്ന് പറയാറുള്ളത്. അപ്പൊ അതിനുള്ള ഒരു ഉപാധിയാണ് ആ ഒരു ശരീരമെന്ന് കണ്ട് ഈശ്വരനാകുന്ന, അതായത് ഭഗവാന്റെ കൃപയില് ആ ഒരു ലഭിച്ചതാണ് ഈ ശരീരമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ വന്നാലും ഇവിടെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. അത് ഈശ്വരന്റെ കൃപയാണ്. ഈശ്വരൻ തരുന്നതാണ് ആയുസ് എന്ന് പറയുന്നത്. എത്ര കാലം ജീവിച്ചിരുന്നാലും ആ ഭഗവത് കൃപയെ മറക്കാതെ ഞാൻ ഭഗവാന്റെയാണ് അല്ലെ, ഭഗവാൻ എന്റേതാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് സാവിത്രി, സീത, മാർക്കണ്ഡേയൻ ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ കാലത്തെ അതിക്രമിക്കാൻ സാധിക്കും. കാലത്തെ അതിക്രമിക്കുന്നതിന് എന്ത് വേണം? കാരണം ഈ ശരീരം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സാധനയിലൂടെ ഈ ഈ സാധ്യമായിരിക്കുന്ന വസ്തുവിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പ്രധാനം എന്താണ്? ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കുക. സാവിത്രി തന്റെ ഭർത്താവിനെ വേണമെന്നോ ഒന്നും പറയുന്നില്ല. വരം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പറയുന്നത് എനിക്ക് കുട്ടികൾ വേണം അല്ലെ. അദ്ദേഹത്തിനോട് ധർമ്മിഷ്ഠമായിട്ടുള്ളൊരു ജീവിതം നയിച്ച് എനിക്ക് കുട്ടികൾ വേണമെന്ന് അപ്പോഴേ പറയുന്നത്. അതിനു മുമ്പ് ഒന്നും ഡിമാൻഡ് ഒന്നും വെച്ചില്ല. മാർക്കണ്ഡേയൻ ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞില്ല, ശിവധ്യാനം ഒന്ന് പൂർത്തിയാക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. സീതാദേവി ഒന്നും പറഞ്ഞില്ല. തന്റെ ധർമ്മിഷ്ഠമായ ജീവിതത്തിലെ പ്രകൃതി ഞാൻ സത്യമാണ് ചെയ്തതെന്ന് എല്ലാം അറിയുന്ന അമ്മ, ആ അമ്മ എനിക്ക് അങ്ങനെ ഒരു വരം തരട്ടെ എന്ന് പറയുന്നത്. അപ്പോ അവരെല്ലാവരും തന്നെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ വന്നവരല്ല. ഒരു ധർമ്മിഷ്ഠമായിട്ടുള്ള ജീവിതം നയിച്ച് അവർക്ക് കിട്ടിയ ശരീരത്തെ അവർ നന്നായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ ഈ ജീവിത യാത്രയ്ക്ക് കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. അതിൽ എന്താ പറയാ,
അതില്ലെങ്കിൽ നമ്മൾ കാലത്തെയും ജന്മത്തെയും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. രാവണനും ഇതറിയായിരുന്നു. കാരണം ശിവതാണ്ഡവ സ്തോത്രത്തിൽ അദ്ദേഹം ശിവനെ വിളിക്കുന്നത് സ്മരാന്തകം. സ്മരാന്തകം എന്നാണ്. സ്മരൻ എന്ന് പറഞ്ഞ കാമദേവൻ, കാമനെ ഇരിച്ചവൻ, കാമന്റെ അന്തകൻ. പുരാന്തകം കാരണം ആ അന്തകനായിരിക്കുന്ന യമനെ ഇല്ലാതാക്കിയ ആള്. പുരാന്തകം ഭജേന്ന. കാരണം തുടക്കത്തിൽ പറയുന്നു കാമങ്ങളെ ഇല്ലാതാക്കിയ അല്ലയോ ഭഗവാനെ. രണ്ടാമത് യമനെ, മരണത്തെ ഇല്ലാതാക്കിയ ഭഗവാനെ. അല്ലെ? മരണത്തിന്റെ തന്നെ, യമന്റെ തന്നെ അന്തകനായി മാറിയ ഭഗവാനെ എന്നാണ് അർത്ഥം. അപ്പൊ കാമനെയും യമനെയും കാലത്തിനെയും ഇല്ലാതാക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഭജിച്ചാൽ പിന്നെ ഈ കാലത്തിന്റെ പിടിയിൽ അകപ്പെട്ട് നമ്മൾ എന്ത് സംഭവിക്കുന്നോർത്ത് ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഭഗവാനിൽ ഉറച്ച് നമ്മൾ ഭഗവാനിൽ ലയിക്കുക ചെയ്യുന്നത്. നമ്മുടെ എന്ത് പ്രാരാബ്ധ കർമ്മങ്ങളായിക്കോട്ടെ, സാവിത്രിയെ വിധവയാക്കുന്ന തരത്തിലുള്ള പ്രാരാബ്ധ കർമ്മങ്ങളാണ് അവൾക്കുണ്ടായിരുന്നത്. നമുക്കറിയാം ഇല്ലേ? ഒരു വിധവ, ഭർത്താവ് മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖമാണ്. അപ്പൊ അത്രയും പ്രാരാബ്ധ കർമ്മങ്ങൾ ഉണ്ടായിരുന്ന സാവിത്രിക്ക് യാതൊരു ഭയവും ഇല്ലായിരുന്നു. സീതാദേവിയും മാർക്കണ്ഡേയനും ഭയമില്ലായിരുന്നു. കാലത്തിനപ്പുറം നിൽക്കുന്ന ശക്തിയെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അവർക്ക് ഭയമില്ലാതിരുന്നത്. അപ്പൊ കർമ്മങ്ങള് ആ ഒരു എരിഞ്ഞില്ലാതായി, ആ ഒരു കാലകാലനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന സംസാര സാഗരത്തെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഈ അനുഗ്രഹമാണ് കാലം നമുക്ക് തരുന്നത്. ഇത് കാലത്തിന് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. അത് നന്നായി മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ്. കാരണം ശനിയാഴ്ചയിലെ പ്രദോഷകാലം ശിവന് വളരെ വിശേഷാണെന്ന് പറയാറുണ്ട്. ആ സമയം നമ്മൾ ഭഗവാനെ ശരണാഗതി ചെയ്യാൻ ഉപയോഗിക്കണം. ഒന്നിനും വേണ്ടിയിട്ടല്ല, ആ ഒരു നിഷ്കപട ഭക്തി മാത്രം, ഭഗവത് അനുഗ്രഹത്തിന്. ഭഗവാനെ അങ്ങ് എന്നെ അനുഗ്രഹിക്കണേ. എന്താണ് നമുക്ക് അനുഗ്രഹം? നിഗ്രഹ ശക്തിയുള്ളവരാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മള് എന്താ പറയാ, ഈ സത്യത്തെ അറിയാൻ നമ്മൾ സാധാരണഗതിയിൽ ഏത് ആരാധനയും നമ്മൾ പറയാറുണ്ട് 21 ദിവസം ചെയ്യൂ, 41 ദിവസം വ്രതം എടുക്കൂ. ഇത് കാര്യസാധ്യത്തിനാണെങ്കിൽ കൂടി ഇത് ചെയ്തു കഴിഞ്ഞാലും ആ മൂർത്തിയോടുള്ള ഒരു സ്നേഹം, വിശ്വാസം നമ്മൾ നിലനിർത്തണം. നമ്മൾ കറക്റ്റ് അത്രയും ദിവസം ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും ആ ദിവസം കഴിഞ്ഞു അല്ലെ? അപ്പൊ ചില കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ അതൊരു കപട ഭക്തിയാണ്. കാരണം ആ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശ്രയിക്കേണ്ട ആളല്ല ഈശ്വരൻ. അപ്പൊ നമ്മൾ വെറും കാര്യത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാവുമ്പോ ഭഗവാനും ഇതുപോലെ ആയിരിക്കും നമ്മളോട് പെരുമാറുക അല്ലെ? അപ്പൊ എല്ലാ ദേവതമാരെയും ഉപാസനാ മാർഗത്തില് ഇഷ്ടദേവതയിൽ കാണാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ 24/7 എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ മാത്രമാണ് അല്ലേ? അത് കുറച്ച് കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ഉപാസിക്കുന്ന ദേവതയല്ല. അപ്പൊ നമ്മൾ ഏത് ദേവതയെ ഉപാസിക്കണമെങ്കിൽ ഈ കാമ്യകർമ്മങ്ങളായിട്ട് ഇപ്പൊ ഏതെങ്കിലും നാമരൂപങ്ങളിൽ വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും ദേവതയെ കാണുന്നെങ്കിൽ തന്നെയും ആ ദേവതയെ നമുക്ക് ഇഷ്ടദേവതയായിട്ട് കണ്ട് ആ ഇഷ്ടദേവതയില്, ഇപ്പൊ ലളിതാ ത്രിപുര സുന്ദരിയാണെന്നിരിക്കട്ടെ നമ്മുടെ ഇഷ്ടദേവത. ഇപ്പൊ ലക്ഷ്മി ഭഗവതി സമ്പത്തിനായിട്ട് അമ്മയെ പൂജിക്കുകയാണ്, ലക്ഷ്മി ദേവിയെ പൂജിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്മി തന്നെയാണ് ലളിതാ ത്രിപുര സുന്ദരി എന്ന് കണ്ടു പൂജിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഉത്സവങ്ങള്, ശിവരാത്രി, നവരാത്രി, ജന്മാഷ്ടമി എല്ലാം തന്നെ ആ ഒരു ഉപാസനയ്ക്ക് പറ്റിയ നല്ല സമയങ്ങളായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇല്ലേ? ഇപ്പൊ തിഥി നക്ഷത്രങ്ങൾ ഒന്നും നോക്കാതെ നമ്മൾ ആരാധിക്കുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള വ്രതമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിൽ അധികം കാണാറില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വിശേഷമാണ് വരലക്ഷ്മി വ്രതം. അതായത് പൗർണമിയോട് തൊട്ട് വരുന്ന വെള്ളിയാഴ്ച ആണ് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത്. അപ്പൊ പൗർണമിക്ക് മുമ്പ് വരുന്ന വെള്ളിയാഴ്ച തന്നെ എന്തുകൊണ്ടാണ് വരലക്ഷ്മി വ്രതം ആചരിക്കപ്പെടുന്നത്? അതിന്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. ചാരുമതി എന്ന് പറയുന്ന ഒരു ദേവി ഉപാസകയാണ് ഇത് ആദ്യമായിട്ട് എന്താ പറയാ ആചരിച്ചത് എന്ന് പുരാണം പറയുന്നു. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഇപ്പൊ ചാരുമതി എന്ന് പറഞ്ഞാൽ തന്റെ ബുദ്ധിയെ ധർമ്മത്തിൽ ഊന്നി ജീവിച്ചവൾ എന്നർത്ഥം. ഇത് ആ ജഗന്മാതാവിന്റെ ഉപാസകയായിരുന്നു ചാരുമതി. അങ്ങനെ ദേവി തന്നെ പ്രത്യക്ഷപ്പെട്ട് ആരാധിക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയാണ്. തന്നെ പൗർണമിക്ക് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച തന്നെ ആരാധിച്ചാല് ഞാൻ വരങ്ങൾ നൽകും എന്ന് ദേവി നേരിട്ട് പറയാണ് ചാരുമതിയോട്. ഉടനെ തന്നെ ദേവി പറഞ്ഞ വിവരം ചാരുമതി തന്റെ കൂടെയുള്ള എല്ലാവരെയും അറിയിച്ചു. അതായത് തനിക്ക് മാത്രം ശ്രേയസ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിഷ്കപട ഭക്തി, എല്ലാവരും നന്നാവട്ടെ എന്ന് പറഞ്ഞ് ചാരുമതി ഇത് എല്ലാവരോടും ഈ രഹസ്യം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് വ്രതം ആചരിച്ചു, ചാരുമതി മോക്ഷം പ്രാപിച്ചു എന്ന് കഥ.
ഇത് കാലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ്. കാരണം പൗർണമി അഥവാ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യോഗശാസ്ത്ര പ്രകാരം മനുഷ്യന്റെ സഹസ്രാര ചക്രമാണ്. അപ്പൊ പൗർണമി എന്നത് ആ ഒരു സഹസ്രാര ചക്രം പൂർണ്ണമായി വികസിക്കുന്ന സമയമാണെന്ന് പറയണു. ഏറ്റവും അനുകൂലമായി ഇരിക്കുന്ന സമയമാണ് പൗർണമി സാധനകൾ ചെയ്യാനായിട്ട്. യോഗ സാധകർക്ക് പൗർണമി നാളില് ശക്തി താഴെ നിന്ന് മുകളിലേക്ക് ചക്രങ്ങളെ കടന്ന് സഹസ്രാരത്തിൽ എത്തുമെന്ന് പറയപ്പെടുന്നു. ശുക്രൻ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറം അല്ലെ. ആരാണെങ്കിലും ആ ദിവസം ദേവിയെ ആജ്ഞാചക്രത്തില്, അതായത് ആജ്ഞാചക്രത്തില് ശക്തിയെ കേന്ദ്രീകരിച്ച് ധ്യാനം ചെയ്യുകയാണെങ്കിൽ ആ സാധകന് സഹസ്രാരത്തിൽ നിന്ന് അനുഗ്രഹമാകുന്ന അമൃതവർഷം ഉണ്ടാകുകയും ആ ജീവൻ മോക്ഷഗതിയെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പൗർണമിക്ക് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച വരലക്ഷ്മി വ്രതമായിട്ട് ആചരിക്കുന്നു. ഇത് വരങ്ങൾ നേടാനുള്ള ഒരു വ്രതം അല്ല. മനുഷ്യ ജന്മത്തില് മോക്ഷമാകുന്ന ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്രതം എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം എന്നർത്ഥം. അപ്പൊ ഇവിടെ തിഥിയില്ല, സമയമാണ് പ്രധാനം. ഈ സമയത്ത് ചെയ്യുന്ന യോഗ സാധന പരിപൂർണമായിരിക്കുന്ന ജ്ഞാനത്തിലെത്തിക്കും. ആ ശരീരബോധത്തെ സഹായിക്കുന്നതാണ് കാലം എന്ന് പറയുന്ന, അതായത് സമയം. മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണത്. അങ്ങനെ ഒരു മനുഷ്യ ശരീരമാകുന്ന ഉപാധിയിലൂടെ എങ്ങനെ നന്നായി അതിനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു മനുഷ്യന് കിട്ടുന്ന എന്താ പറയാ കർമ്മവും കർമ്മഫലങ്ങളും എല്ലാം തന്നെ. അപ്പൊ ഇനി ഈ ഭൂമിയിൽ വരണോ? നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മൾ ഭൂമിയിൽ വരാൻ കാരണമില്ലേ? ഇനി നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ വരണോ അതോ ഉയർന്ന ഉപരിലോകങ്ങളിലേക്ക് പോണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ കാലം എന്നുള്ള മഹാപ്രവാഹത്തെ അറിയാനോ അളക്കാനോ സാധ്യമല്ല നമുക്ക്. അത് എപ്പോ തുടങ്ങി എപ്പോഴാണ് പൂർത്തീകരിക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. പകരം നമ്മൾ എന്താ വേണ്ടേ? ആ മഹാകാല സ്വരൂപനായിരിക്കുന്ന മഹാകാലേശ്വരനായിരിക്കുന്ന ശിവഭഗവാനെയും മഹാകാലേശ്വരിയായിരിക്കുന്ന പരാശക്തിയും ശരണാഗതി ചെയ്താൽ മാത്രം മതി. ഈ കാലത്തിനപ്പുറം ആ ഒരു മഹാശക്തിയില് ആ ഒരു ഉപ്പുപാവ സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ നമുക്കും ആ ഒരു പ്യുവർ കോൺഷ്യസ് തലം എന്ന് പറയുന്ന ആ ബോധതലത്തില് ഈ ചെറിയ ജീവനാകുന്ന ഓരോ കണികയ്ക്കും ലയിച്ച് ചേരാൻ സാധിക്കും. മരിച്ചു പോയവർക്ക് സമയം നിലച്ചു ഇല്ലേ? അവർക്കിനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്കിനി എത്ര സമയമുണ്ടെന്ന് അറിയില്ല. നമുക്ക് അറിയാൻ സാധിക്കാത്ത ഒറ്റ കാര്യമാണ് സമയം. നമ്മളെ ഒരുപാട് കാലം ഉണ്ടെന്ന് എന്താ പറയാ ഒരു മിഥ്യാധാരണയിൽ സമയം കഴിക്കുന്നു. പക്ഷെ ഒരിക്കലും നമുക്ക് സമയം എപ്പോഴാണ് നമുക്ക് ഈ ശരീരം വിട്ടു പോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഓരോ സമയവും അപ്പോ നമ്മള് അത് പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതം സാർത്ഥകമാക്കണം. കാരണം ആ ഒരു കാലൻ എന്ന് പറയുന്ന യമധർമ്മൻ വന്നു നിൽക്കുമ്പോൾ നമ്മളെ നിൽക്കട്ടെ, ഒരു ബന്ധു നമ്മുടെ ആ ഉപാസ്യ ദേവത മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ കൈപിടിച്ച് നമുക്ക് വേറൊരു ലോകത്തേക്ക് യാത്രയാകാൻ സാധിക്കണം. കാലത്തിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ ശരീരത്തെ പ്രയോജനപ്പെടുത്തണം. ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷം എന്ന് പറയുന്ന ആ അനുഭൂതി തലം അനുഭവിച്ചറിയണം. അങ്ങനെ നമുക്ക് ഇത് ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.